മങ്കട നിയോജക മണ്ഡലത്തിൽ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ശ്രീ മഞ്ഞളാംകുഴി അലി കൂടി ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തേക്ക് വന്നത് കൊണ്ട് മങ്കട അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു മുൻകൈ തന്നെ വന്നിട്ടുണ്ട് എന്ന് ആത്മവിശ്വാസത്തോടെ പറയാവുന്നതാണ്. എനിക്ക് ബോധ്യം വന്ന കുറെ ജനകീയ പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായും കുടിവെള്ളമാണ്. പല ഗ്രാമങ്ങളിലും, പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിലെ ഉയർന്ന മേഖലകളിൽ കുടിവെള്ളത്തിന് വേണ്ടി നമ്മുടെ സ്ത്രീകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത് എന്നാണ് വ്യക്തിപരമായി ഉള്ള അഭിപ്രായം. ഈ മണ്ഡലത്തിലെ എല്ലാ സമ്മതിദായകരോടും ഞാൻ അക്കാര്യം ഉറപ്പു നൽകുകയാണ്. രണ്ടാമത്തേത്, ഈ മണ്ഡലത്തിൽപ്പെട്ട നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരുടെ ഒരു ശ്മശാനത്തിന്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കിയത് പാലക്കാട് ജില്ലയിലെ ഒരു പ്രദേശത്ത് കൊണ്ടുപോകേണ്ട അവസ്ഥയാണുള്ളത്. യഥാർത്ഥത്തിൽ ഒരു വളരെ മൌലികമായൊരു പ്രശ്നമെന്ന നിലക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് ഇങ്ങനെ ഈ ശവശരീരവുമായി വളരെ ദൂരദിക്കിൽ പോകേണ്ടി വരുന്നതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ നമ്മൾ ശ്രമം നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അങ്ങാടിപ്പുറത്ത് മേൽപ്പാലം ഒരു പ്രധാന പ്രശ്നമാണ്. ഈ പഞ്ചായത്തുകളെല്ലാം ഒരു ആസ്ഥാനം, പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത് പെരിന്തൽമണ്ണയാണ്. ആ പെരിന്തൽമണ്ണയിലെ മേൽപ്പാലത്തിന്റെ പണി കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി അഹമ്മദ് സാഹിബ് പകുതി ചെലവ് വഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ കഴിഞ്ഞ 5 കൊല്ലം പാഴാക്കിയ ഇടതുപക്ഷ മുന്നണി സർക്കാരിന് മങ്കടയിലെ ജനങ്ങൾ മാപ്പ് നൽകുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു വാക്ക് നൽകുന്നു. ഈ മണ്ഡലത്തിൽ CH മുഹമ്മദ് കോയ സാഹിബും പിന്നീട് KPA മജീദ് സാഹിബും ഏറ്റവും ഒടുവിൽ ശ്രീ മഞ്ഞളാംകുഴി അലിയും തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ, പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്ന് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഞാൻ വാക്ക് നൽകുകയാണ്. സമഗ്രമായ ഒരു ആസൂത്രണം നമുക്ക് ആവശ്യമുണ്ട്. സത്യത്തിൽ നിർമ്മാണത്തോളം പ്രധാനമാണ് ആസൂത്രണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ വിദഗ്ധരായ ആളുകളുമായി ആലോചിച്ച്, ജനപ്രതിനിധികളുമായി കൂടിയാലോചന നടത്തി, നമ്മുടെ ചെറുപ്പക്കാരോടും നമ്മുടെ സ്ത്രീകളോടും നമ്മുടെ തൊഴിലാളികളോടും വിദ്യാർത്ഥികളോടും ചർച്ച നടത്തി ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് ആവശ്യമായ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കും എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞാൻ വാക്ക് നൽകുന്നു. എന്നെക്കുറിച്ച് അവർ പറയുന്ന ഒരു പരാതി, ഞാൻ ഈ ജില്ലക്കാരനല്ല എന്നുള്ളതാണ്. ഞാൻ ആ വാദം സമ്മതിക്കുന്നു. ജന്മം കൊണ്ട് ഞാൻ ഈ ജില്ലക്കാരനല്ലെങ്കിലും പ്രവർത്തനം കൊണ്ടും ചിന്ത കൊണ്ടും ഈ ജില്ലക്കാരനാണെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊച്ചുനാളു മുതൽ MSFന്റെ പ്രവർത്തകനായിരുന്ന കാലം തൊട്ട് ഈ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് അവർ ആക്ഷേപിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല. പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയതിനു ശേഷം ഈ 3 ദിവസമടക്കം 4 or 5 ദിവസം ഒരാഴ്ചയിൽ മലബാറിലും പ്രത്യേകിച്ച് മലപ്പുറത്തും പാർട്ടി പ്രവർത്തനവും മുന്നണി പ്രവർത്തനവുമായി മുന്നണിയിൽ നിൽക്കുന്ന ഒരാളെ ആക്ഷേപിക്കാൻ CPM നടത്തുന്ന ദുശ്ശീലം ഒരു ദുശാഠ്യമായി വളർത്താനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ ഈ നാട്ടിലെ പ്രബുദ്ധരായ യുവജനങ്ങളും സമ്മതിദായകരും അതിനെ തിരസ്കരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ നിയോജക മണ്ഡലത്തിൽപ്പെട്ട മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വടക്കാങ്ങര പ്രദേശത്ത് പള്ളിപ്പടിയിൽ ഒരു വീടെടുത്ത് ഞാനും എന്റെ കുടുംബവും താമസമാക്കിയിട്ടുള്ള വിവരം ഈ മണ്ഡലത്തിലെ എല്ലാ സമ്മതിദായകരെയും അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനാ നിർഭരമായ കലവറയില്ലാത്ത പിന്തുണ എനിക്കുണ്ടാവണം. ഈ മുന്നണി ജയിക്കുന്നതോടെ ഈ പ്രദേശത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി നമുക്ക് പ്രയോജനകരമായൊരു കൂട്ടായ്മയിലൂടെ അസന്തുലിതാവസ്ഥ പരിപൂർണമായി ഒഴിവാക്കി മുൻഗണനാക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയോജക മണ്ഡലത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്ന് ഞാൻ എന്റെ നാട്ടുകാർക്ക് ഉത്തമ വിശ്വാസത്തോടുകൂടി ഉറപ്പു നൽകുന്നു.